ഹായ്, നമസ്കാരം കൂട്ടുകാരെ. നിറക്കുടുക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാട്ടിലെ ഒരു കുഞ്ഞൻ എലിയുടെ കഥ പറയട്ടെ. കഥയുടെ പേര് കുഞ്ഞൻ്റെ ബുദ്ധി. ഒരു കാട്ടിൽ ക്രൂരനായൊരു സിംഹം ജീവിച്ചിരുന്നു. ആ കാട്ടിലെ എല്ലാ മൃഗങ്ങളും തന്നെ ആ സിംഹത്തെ ഭയന്നാണ് ജീവിച്ചിരുന്നത്. അവൻ ദിവസവും ഒട്ടേറെ മൃഗങ്ങളെ കൊന്നു തിന്നും. സിംഹത്തിൻ്റെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും ഒരുമിച്ചുകൂടി. ഒരു തീരുമാനമെടുക്കാൻ സമയമായി എന്നവർക്ക് തോന്നി. കൂട്ടത്തിൽ സമർത്ഥനായ ഒരു കുഞ്ഞൻ എലി എഴുന്നേറ്റ് നിന്നു. ഓരോ ദിവസം ഓരോ മൃഗം സ്വയം തീരുമാനിച്ച് സിംഹത്തിനടുത്തേക്ക് പോയാലോ? ഒരഭിപ്രായം പറഞ്ഞു. കാട്ടിലെ മൃഗങ്ങളെല്ലാം ആ അഭിപ്രായം കൊള്ളാമെന്ന് തോന്നി സമ്മതിച്ചു. എല്ലാവരും കൂടി അക്കാര്യം സിംഹത്തെ അറിയിച്ചു. സിംഹം അതിന് സമ്മതം മൂളി. അന്നു മുതൽ ഓരോ ദിവസവും ഓരോ മൃഗം സ്വന്തം ഇഷ്ടപ്രകാരം സിംഹത്തിനടുത്ത് ഭക്ഷണമായി പോയി തുടങ്ങി. എന്തൊരു കഷ്ടമാ അല്ലേ? ഒരു ദിവസം കുഞ്ഞനെലിയുടെ ഊഴം വന്നു. അവൻ കുഞ്ഞനെങ്കിലും അതിബുദ്ധിമാനായിരുന്നു. അവൻ അല്പം വൈകിയാണ് സിംഹത്തിനടുത്തെത്തിയത്. വൈകി വന്നതിൽ കലി പൂണ്ടു നിന്ന സിംഹം അവൻ്റെ നേരെ ദേഷ്യത്തോടെ ഗർജിച്ചു. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു, യോ, ഞാൻ വൈകിയതിന് ഒരു കാരണമുണ്ട്. വഴിയിൽ മറ്റൊരു സിംഹം എന്നെ തടഞ്ഞു നിർത്തി. അതാണ്. സിംഹം കോപത്തോടെ ചോദിച്ചു, എവിടെയാണവൻ? ആരാണവൻ? അങ്ങ് എൻ്റെ കൂടെ വന്നാൽ അവനെ ഞാൻ കാണിച്ചു തരാം, കുഞ്ഞൻ വളരെ വിനയത്തോടെ പറഞ്ഞു. എലി സിംഹത്തെ ഒരു കിണറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ദാ ഇതിനുള്ളിലാണ് അവനിരിക്കുന്നത്, കിണർ ചൂണ്ടിക്കാണിച്ച് എലി പറഞ്ഞു. സിംഹം വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ സ്വന്തം നിഴൽ കണ്ടു. അത് മറ്റൊരു സിംഹമാണെന്ന് വിഡ്ഢിയായ സിംഹം കരുതി. അവൻ കോപത്തോടെ ഗർജിച്ചുകൊണ്ട് കിണറ്റിലേക്ക് ഒരു ചാട്ടം. പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. അതെ, സിംഹത്തിൻ്റെ കഥ കഴിഞ്ഞു. മൃഗങ്ങൾക്കെല്ലാം സന്തോഷമായി, സമാധാനമായി. പിന്നീട് ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും വളരെ സമാധാനത്തോടെ അവിടെ ജീവിച്ചു. കുഞ്ഞൻ്റെ അവസരോചിതമായ ബുദ്ധിയാണ് ആ കാട്ടിലെ മൃഗങ്ങളെ രക്ഷിച്ചത്. അല്ലേ കൂട്ടുകാരെ? ബുദ്ധി ഉണ്ടായാൽ പോരാ, അത് അവസരോചിതമായി പ്രയോഗിക്കണം. എന്ന് പറഞ്ഞാൽ വേണ്ട സമയത്ത് ഉപയോഗിക്കണം. അതാണ് ഈ കഥയുടെ ഗുണപാഠവും. അത് ശരിയല്ലേ? കഥ എങ്ങനുണ്ട് കൂട്ടുകാരെ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം. എങ്കിൽ അടുത്ത കഥയുമായി വീണ്ടും വരാം.